നിർത്താനോ? അതെ, വന്നിറങ്ങിയില്ലേ എന്റെ കൂടെ കാറിൽ ഒരു ദിവസം, അതുപോലെ അങ്ങ് പോണം. ആർക്കെ വിളിച്ചിരുന്നു നിന്റെ ജോലി തൽക്കാലം കഴിഞ്ഞെന്ന്. ഇനി കുറച്ച് ലീവ് എടുത്തോ. ബാക്ക് ടു ബാക്ക് സ്ട്രീറ്റ് ബോയ്സ്. എന്താ ഈ പറയുന്നേ? ബോംബെ സത്യചന്ദ്രൻ ഇനി തിരിച്ചു പോകാമെന്ന് ഒരു ടെലിഗ്രാം വരും ബോംബെന്ന്. മദർ സീരിയസ്, സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. വന്നതുപോലെ അന്തസ്സായിട്ട് തിരിച്ചു പോകാം. അടിയോടി, ഇങ്ങോട്ട് വരുമ്പോ ഇവരുടെ കീഴിൽ കുറച്ച് പാട്ട് പഠിക്കണമെന്ന മോഹമായിരുന്നു എനിക്ക്. ഒരിക്കലും സാധിക്കുമെന്ന് കരുതിയിട്ടില്ലാത്തൊരു മോഹം. ഇപ്പോ അതിലും വലിയൊരു ചാൻസ് അവരെനിക്ക് തന്നിരിക്കുന്നത്. അവരുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള ചാൻസ്. അതും കളഞ്ഞിട്ട്. അറിയാം, അതിലും വലിയ മറ്റൊരു മോഹം കൂടി ഇപ്പൊ നിന്റെ മനസ്സിലുണ്ട്. തോന്നുന്നുണ്ടോ നിനക്ക് അത് നടക്കുമെന്ന്? വെറും ഒരു സൈക്കിൾ ഓട്ടുകാരന് മകളെ കെട്ടിച്ചു കൊടുക്കാൻ ആർക്കെ തയ്യാറാവുന്ന നിന്റെ വിചാരം? എന്തിനാ നിന്റെ പുറപ്പാട്? നോക്ക് ചാർലി, നമ്മൾ രണ്ടുപേരും കൂടിയാ ഈ കളികളൊക്കെ തുടങ്ങിയത്. ഇപ്പൊ നീ അത് തനിച്ചേറ്റെടുക്കാൻ പോവാണോ? നീയായിട്ട് നീ മറ്റൊരു അത്യാഹിതത്തിന് തിരികൊടുക്കാൻ തുടങ്ങാണോ? ആർക്കും ഒരു കുഴപ്പമില്ലാതെ സ്ഥലം വിടാൻ പറ്റിയ അവസരം ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരാ. ഇവരുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ നമുക്കൊന്നും ഒരു അവകാശമില്ല ചാർലി, ഒരു അർഹതയില്ല. പൊയ്ക്കോ, ഇനിയും ആരെയും വിഷമിപ്പിക്കാതെ പൊയ്ക്കോ. ഇവിടെ നിൽക്കണോ? അമ്മ വിളിക്കുന്ന സത്യേ. എന്താ ചാർലി, അയാൾ വല്ലതും പറഞ്ഞോ? തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുക മാനസയുടെ അച്ഛൻ. എന്നോട് തിരിച്ചു പോയിക്കോളാൻ. ബോംബെയിൽ നിന്ന് ടെലഗ്രാം വരുമെന്ന്. ഇനി സാക്ഷാൽ ഭാനുമതി അമ്മ തന്നെ ബോംബെന്ന് നേരിട്ട് വന്ന് വിളിച്ചാലും അമ്മ വിടില്ല ചാർലിയെ. അമ്മയ്ക്കിപ്പോ എന്ത് ഉത്സാഹമാണെന്നോ? എന്തോ എനിക്ക് ഒന്നുമില്ല, ചാർലി ധൈര്യമായിട്ടിരിക്കെ. അല്ല, ഈ ഡാൻസ് പ്രോഗ്രാമിന്റെ സന്തോഷ വർത്താനം ഉമ്മയെ അറിയിക്കണ്ടേ നമുക്ക്? എപ്പോഴെങ്കിലും വരാൻ തോന്നിയില്ല നിനക്ക്? എനിക്ക് സന്തോഷായി. എന്റെ കൂടെ ഒരാളുകൂടെ ഉണ്ട്. ഞാനാ മാനസി. ചാർലിയുടെ എല്ലാ കത്തിലും ഉണ്ടാവും മാനസി. ചാർലിക്ക് ഉമ്മയുടെ കാര്യം പറയുമ്പോ എപ്പോഴും നാല് നാവാ, പെണ്ണുങ്ങളെ പോലെ. ഒരു സന്തോഷ വർത്താനം പറയാനാ ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നേ. എനിക്കും പറയാനുണ്ട് ഒരു സന്തോഷ വർത്തമാനം. അതെനിക്കറിയാം, മൊയ്തീൻ പറഞ്ഞായിരുന്നു. 10-ാം തീയതിക്ക് ശേഷം ഓപ്പറേഷൻ അല്ലേ? അത് കഴിഞ്ഞ ഉമ്മയ്ക്ക് ഒരു ഡാൻസ് പ്രോഗ്രാം കാണാം. സുഭദ്രാമ്മയുടെ പ്രോഗ്രാം ഞാനും മനസ്സും കൂടെ അവതരിപ്പിക്കുന്നു. ഭാഗ്യം ഉണ്ടാവട്ടെ. അയ്യോ മറന്നു, നിങ്ങൾ വന്ന സന്തോഷത്തിൽ അത് ഞാൻ മറന്നു. ഇത്തിരി ചായ എടുക്കാം. വേണ്ട ഉമ്മേ, വേഗം പോണം. അത് പറ്റില്ല, വരുമ്പോഴേക്കങ്ങ് പോവാ. എനിക്ക് വേണം ഉമ്മയുടെ കൈ കൊണ്ടൊരു ചായ. ഒരു സന്തോഷ വർത്താനം ഞാനും പറയാം. ആ വരൂ, ഞാൻ സഹായിക്കാം ഉമ്മേ. ഇവിടെ ഓരോന്ന് എവിടെയാ ഇരിക്കുന്നെന്ന് മാനസികൾ നന്നായിട്ട് അറിയുന്നത് എനിക്കാ. കുട്ടിക്കാലം മുതൽ അറിയാൻ ചാർലിയെ അല്ലേ? ഓർമ്മ വെച്ച മുതല്. ഒരു ദിവസം രാവിലെ ഒരു കുട്ടിയുടെ ശബ്ദം കേട്ടുകൊണ്ടാ ഉണർന്നത്. മുമ്പാട്ടോ, വളരെ മുമ്പ്. അമ്മയോട് ചോദിച്ചു ആരാന്ന്. വിശന്ന് കരയുന്ന ഒരു കുട്ടിയാണെന്ന് അമ്മ പറഞ്ഞു. ചാർലിന്നാ പേരെന്നു. ചാർലി എപ്പോഴും പറഞ്ഞു ചിരിക്കും അവന് ചാർലിന്ന് പേരിട്ടത് ആരാന്നാവോന്ന്. അന്ന് മുതല് ഞങ്ങൾ ഒരുമിച്ച് വളർന്നു, കളിച്ചു, പിണങ്ങി, വഴക്കുകൂടി, നീണ്ട ചങ്ങാതികളായി. അങ്ങനെ അങ്ങനെ അങ്ങനെ. ചാർലിയുടെ മുഖം കണ്ടിട്ടില്ലല്ലോ? പക്ഷേ ഇല്ല. പക്ഷേ അവന്റെ ഓരോ ഭാവമാറ്റവും എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇനി ആഗ്രഹം ആ മുഖം ഒന്ന് കാണാനാ. അതിനാണല്ലോ ഈ കഷ്ടപ്പാടൊക്കെ സഹിക്കണേ. ഉമ്മയോട് അസൂയ തോന്നുന്നു. വളരെ നേരത്തെ ചാർലി അറിയാൻ കഴിഞ്ഞല്ലോ. എന്നാലും വൈകിയാണെങ്കിലും എനിക്കും ഉണ്ടായ ഒരു ഭാഗ്യം. ഈശ്വരനാ ഞങ്ങളെ ഒന്നിപ്പിച്ചത്. അല്ലെങ്കിൽ ചാർലി പറയും പോലെ ഉമ്മയുടെ അമ്മ. പ്രോഗ്രാം കഴിഞ്ഞിട്ട് വേണം എല്ലാവരോടും പറയാൻ. എന്താ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ആ ചേച്ചിയെ? നല്ല ചേച്ചിയാ. ഇനി ആ ചേച്ചി ഇവിടെ വരും നമ്മുടെ കൂടെ താമസിക്കാൻ. ചാർലി ആ ചേച്ചിയെ കല്യാണം കഴിക്കാൻ പോവല്ലേ? അതെ, ഇക്കാര്യം ഞാനിപ്പോ ഉമ്മയോട് പറയുകയായിരുന്നു. ഇനി ഈ ചേച്ചി ഇവിടെ ഉണ്ടാവില്ലേ? നന്നായി. അപ്പൊ ഞങ്ങൾ ഒരുപാട് പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുപോവല്ലോ. അതിനല്ലേ ഈ ചേച്ചി. ഉമ്മച്ചിക്കാണെങ്കിൽ കണ്ണും കാണൂല.
ഡോക്ടറെ കാണാൻ ചെന്നില്ല നീ അല്ലേ? എല്ലാം പറഞ്ഞ് ഏർപ്പാട് ചെയ്തതല്ലേ ഞാൻ. ഞങ്ങളൊക്കെ ആഗ്രഹമായിരുന്നില്ലേ നിനക്ക് കാഴ്ച കിട്ടണമെന്നുള്ളത്? ഇപ്പൊ വേണ്ട ഓപ്പറേഷൻ. എന്ത് വിട്ടിട്ടാ മോളെ ഈ പറയണേ? ഇതിനു വേണ്ടിയല്ലേ നിങ്ങളൊക്കെ ഇത്രയും കാലം കാത്തത്? അങ്ങനെയുള്ളൊരു മോഹവും ഉണ്ടാവാൻ പാടില്ലായിരുന്നെന്ന് ഇപ്പൊ തോന്നുന്നു. എനിക്കറിയാം നിന്റെ ഈ മാറ്റത്തിന് കാരണം. ചാർലിയും മാനസിയുടെ വന്നിരുന്നില്ലേ? ഇങ്ങനെയൊക്കെ വരുമെന്ന് അറിഞ്ഞില്ല മോളെ. തെറ്റുപറ്റിയത് എനിക്കാ. വളർത്താനാ കൊണ്ടുപോകണമെന്ന് സാറ് പറഞ്ഞു. അവൻ വളർന്നു പോയി, ഒരുപാട് വളർന്നു. ചാർലിയോടുള്ള നിന്റെ ഇഷ്ടം ബാക്കി എല്ലാവരോടും പറഞ്ഞു നീ, അവനോട് ഒഴികെ. ഒരു വാക്ക് അവനോട് പറഞ്ഞിരുന്നെങ്കിലേ, ഒരു സൂചനയെങ്കിലും കൊടുത്തിരുന്നെങ്കിലേ. ഇല്ല, എന്നും അവനെ എന്നോട് എന്തും പറയാറുള്ളൂ, ആവശ്യപ്പെടാറുള്ളൂ. ഞാനായിട്ട് ഒന്നും ഇതുവരെ അവനോട് ചോദിച്ചിട്ടില്ല. ഇനി അതുണ്ടാവില്ല, ജീവിതമാണെങ്കിൽ പോലും. അങ്ങനെയാണെങ്കിൽ തന്നെ ഓപ്പറേഷൻ വേണ്ടെന്ന് വെക്കണോ? ഇനി എനിക്ക് ആരെ കാണാനായി കണ്ണുകൾ? കണ്ണു തുറക്കുമ്പോ ആദ്യമായി കാണാൻ മോഹിച്ചൊരു മുഖം ഉണ്ടായിരുന്നു. കുട്ടിക്കാലം മുതൽ മോഹിച്ചൊരു മുഖം. അതിപ്പോ സാറ് വിലക്കെടുത്തില്ലേ? എവിടെയോ എത്തിയില്ലേ അവൻ? ഇത്രയും കാലം കാഴ്ചയില്ലാതെ കഴിഞ്ഞില്ലേ ഞാൻ? അതുപോലെ കഴിഞ്ഞോളാം. മോളെ, നിനക്ക് കാഴ്ച കിട്ടട്ടെ. ചാർലിയെ നഷ്ടപ്പെട്ടിട്ടില്ല നിനക്ക്. നഷ്ടപ്പെടാൻ സമ്മതിക്കയില്ല ഞാൻ. കൊണ്ടുപോയ പോലെ തിരിച്ചേൽപ്പിക്കാന്ന് വാക്ക് തന്ന ഞാൻ, അത് ഞാൻ തെറ്റിക്കില്ല. അവനിതൊന്നും അറിയരുത് ഒരിക്കലും. ചാർലിയെ വേദനിപ്പിക്കുന്ന ഒന്നും എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഈ വിഷമവും വേദനയും ഞാൻ മാത്രം അറിഞ്ഞാ മതി. പോരാ, നീ പറയാതിരുന്നത് ഞാൻ പറയും. ഇപ്പോഴെങ്കിലും ഞാനത് ചെയ്തില്ലെങ്കിൽ ദൈവം എന്നോട് പൊറുക്കില്ല. Ha ha ha!